എന്താണ് IEC? എന്തിനാണ് IEC? എങ്ങനെയാണ് ഇത് ലഭിക്കുന്നത്? എത്ര നാളാണ് ഇതിൻ്റെ കാലാവധി? IEC ഉള്ളവർ എന്തെങ്കിലും റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ടതുണ്ടോ? ഇത് പുതുക്കേണ്ട ആവശ്യമുണ്ടോ? കടുത്ത ബിസിനസ് മത്സരത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ എല്ലാ ബിസിനസ്സുകാരും അവരുടെ ബിസിനസ് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ഇന്ത്യക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇന്ത്യക്ക് വെളിയിൽ, അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിനുവേണ്ടി ഒരുപാട് നടപടിക്രമങ്ങളും ഒരുപാട് നിയമാവലികളും ഒരുപാട് വ്യത്യസ്ത രജിസ്ട്രേഷനുകളും ലൈസൻസുകളും ഒക്കെ എടുക്കേണ്ടത് ആവശ്യമാണ്. ഇന്ത്യയിലെ ചരക്കുകളോ സേവനങ്ങളോ കയറ്റുമതിയോ ഇറക്കുമതിയോ ചെയ്യുന്നതിന് നിർബന്ധമായ ഒരു സർട്ടിഫിക്കറ്റാണ് IEC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇമ്പോർട്ടർ എക്സ്പോർട്ടർ കോഡ്. ഇത് ആദ്യ കാലഘട്ടത്തിൽ ഒരു 10 അക്ക നമ്പറായിരുന്നു. എന്നാൽ ഇന്ന് വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്, അതായത് DGFT നൽകുന്ന ഈ സർട്ടിഫിക്കറ്റ് ഏതാണോ ബിസിനസ്, ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ, അത് പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ പ്രൊപ്പറേറ്ററുടെ, അതല്ലെങ്കിൽ കമ്പനിയോ പാർട്ണർഷിപ്പോ ആണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പാൻ നമ്പർ തന്നെയാണ്. ഒരു പാൻ നമ്പറിന് ഒരു IEC മാത്രമേ നൽകുള്ളൂ. ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി അയാളുടെ പേഴ്സണൽ ആവശ്യത്തിനോ ഏതെങ്കിലും ബിസിനസ്സോ പ്രൊഡക്ഷനോ കൃഷിയോ ആയി ബന്ധമില്ലാത്തതോ ആയ കയറ്റുമതിയോ ഇറക്കുമതിയോ നടത്തുമ്പോൾ ഈ I കോഡിൻ്റെ ആവശ്യമില്ല. IEC ആവശ്യമുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുമ്പോൾ സാധനങ്ങൾ കസ്റ്റംസിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നതിന് IEC ആവശ്യമാണ്. കയറ്റുമതിയുടെ ഭാഗമായി ബാങ്കുകൾ വഴി വിദേശത്തേക്ക് പണം അയക്കുമ്പോഴും വിദേശ കറൻസി വഴി നമ്മൾ കയറ്റി അയച്ച സാധനങ്ങളുടെ പണം നമ്മുടെ ബാങ്കിൽ സ്വീകരിക്കുമ്പോഴും IEC ആവശ്യമാണ്. എങ്ങനെയാണ് IEC ലഭിക്കുന്നത്? IEC ലഭിക്കുന്നതിന് ഓൺലൈൻ ആപ്ലിക്കേഷനാണ് നൽകേണ്ടത്. അതിന് DGFTയുടെ dgft.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആധാർ ബേസ്ഡ് OTP സംവിധാനം ഉപയോഗിച്ചോ അതല്ല ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാവുന്നതാണ്. ആധാർ ബേസ്ഡ് മെത്തേഡ് ഉപയോഗിച്ചാൽ ചിലപ്പോൾ പേരിലോ മൊബൈൽ നമ്പറിലോ ഏതെങ്കിലും കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ ഇത് സ്റ്റക്ക് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് DSC ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. ആപ്ലിക്കേഷൻ കൊടുത്താൽ അന്ന് തന്നെയോ അതിൻ്റെ തൊട്ടടുത്ത ദിവസമോ നമുക്ക് ഇമ്പോർട്ടർ എക്സ്പോർട്ടർ കോഡ് ലഭിക്കുന്നതാണ്. IEC ലഭിക്കുന്നതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്? വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ കമ്പനിയുടെയോ പാൻ കാർഡിൻ്റെ കോപ്പി, സ്ഥാപനത്തിൻ്റെ അഡ്രസ്സിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് വാടക കരാറിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കോപ്പി, ബാങ്ക് അക്കൗണ്ടിൻ്റെ പ്രൂഫിനായിട്ട് വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ കമ്പനിയുടെയോ ബാങ്കിൻ്റെ കറണ്ട് അക്കൗണ്ടിൻ്റെ ക്യാൻസൽഡ് ചെക്ക് ലീഫിൻ്റെ കോപ്പി, വ്യക്തികളുടെ ആധാറിൻ്റെ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ അതല്ലെങ്കിൽ വോട്ടർ ID കോപ്പി. ഇത്രയുമാണ് നമുക്ക് I കോഡിന് ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ. എത്ര നാളാണ് IECയുടെ കാലാവധി? IEC ഒരു ആജീവനാന്ത സർട്ടിഫിക്കറ്റാണ്. ഇതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. പക്ഷേ 2021 ഏപ്രിൽ 29 DGFT പുറത്തിറക്കിയ ഒരു ട്രേഡ് നോട്ടിഫിക്കേഷൻ നമ്പർ 1/2020-21 ഒരു ആനുവൽ അപ്ഡേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ആനുവൽ അപ്ഡേഷൻ 2021-22 കാലഘട്ടം മുതൽ, സാമ്പത്തിക വർഷം മുതൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് പ്രകാരം ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെയും ആദ്യ 3 മാസത്തിനുള്ളിൽ, അതായത് ഏപ്രിൽ മുതൽ ജൂൺ 30 വരെയുള്ള കാലയളവിനുള്ളിൽ അതാത് വർഷത്തേക്കുള്ള I കോഡിൻ്റെ റിന്യൂവൽ പൂർത്തിയാക്കേണ്ടതാണ്. ഇതിനായി IEC രജിസ്ട്രേഷന് വേണ്ട എല്ലാ ഡോക്യുമെൻറ്റുകളും കൂടാതെ ഡിജിറ്റൽ സിഗ്നേച്ചറും ആവശ്യമാണ്. സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ്, ഡീൽ ചെയ്യുന്ന ഗുഡ്സ്, സ്ഥാപനത്തിൻ്റെ ഘടനയിലോ അതിലെ ആളുകളിലോ ഉള്ള മാറ്റങ്ങൾ, അതായത് പാർട്ണർഷിപ്പിലോ കമ്പനിയിലോ ആണെങ്കിൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ മാറ്റങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓരോ വർഷവും ഈ IEC ആനുവൽ റിന്യൂവൽ നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുവഴി ഒരുവിധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളും കള്ള ബിസിനസ്സുകളും എല്ലാം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്ന് ഗവൺമെൻറ് കരുതുന്നു. ഇനി എന്താണ് ഓരോ വർഷവും IEC റിന്യൂ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം? ഉത്തരം വളരെ സിമ്പിളാണ്. IEC ഡീആക്ടിവേറ്റ് ആവും. അങ്ങനെ ഡീആക്ടിവേറ്റ് ആയ IEC ഉണ്ടെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് സംബന്ധമായ ഒരു ഇടപാടും നടത്താനായിട്ട് സാധിക്കില്ല. അവസാനമായി IEC രജിസ്ട്രേഷൻ ഉള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ടതുണ്ടോ? GST, TDS, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുള്ളതുപോലെയുള്ള ഒരു റിട്ടേണുകളും IEC ഹോൾഡേഴ്സ് ഫയൽ ചെയ്യേണ്ടതില്ല. IEC രജിസ്ട്രേഷനുള്ളവർ ചെയ്യേണ്ട നിയമപരമായ ഉത്തരവാദിത്തം വർഷാവർഷം കൃത്യസമയത്ത് IEC റിന്യൂവൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് എല്ലാ IEC ഹോൾഡേഴ്സും കൃത്യമായി IEC രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ ശ്രദ്ധിക്കുക. നന്ദി,
നമസ്കാരം.